രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചെത്തിയതിന്റെ വിളംബരമായി വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിന്റെ ആവേശം തലസ്ഥാന നഗരിയെ പൂർണ്ണമായി കീഴടക്കിയ ഈ ചടങ്ങിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിസഭയാണ് സംസ്ഥാനത്തിന്റെ ഭരണം നിയന്ത്രിക്കാനായി ചുമതലയേറ്റത്. കേരളത്തിന്റെ ഒരു പുതിയ സർക്കാർ അധികാരമേറ്റ ഉടൻ തന്നെ ദേശീയ തലത്തിൽ നിന്നും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും ലഭിച്ച ഹാർദവമായ പിന്തുണയും ആശംസയും ഈ രാഷ്ട്രീയ മാറ്റത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. തിരുവനന്തപുരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഔദ്യോഗികമായി പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ ഒട്ടും സമയം കളയാതെ ഡൽഹിയിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിനന്ദന സന്ദേശമെത്തി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ പൂർണ്ണമായി മലയാള ഭാഷയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ഇത് കേരള ജനതയോടും പുതിയ ഭരണ നേതൃത്വത്തോടുമുള്ള കേന്ദ്ര സർക്കാരിന്റെ നല്ല സമീപനത്തിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് വി.ഡി. സതീശൻ ജിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിന്റെ ഭരണകാലത്തിൽ എന്റെ എല്ലാ ആശംസകളും നേരുന്നു. ജനങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നതിനായി പുതുതായി രൂപീകൃതമായ കേരള ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നു. ഫെഡറൽ തത്വങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിനായി സംസ്ഥാന സർക്കാരിനൊപ്പം നിൽക്കുമെന്ന കേന്ദ്രത്തിന്റെ ഉറപ്പ് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും യു.ഡി.എഫ് പ്രവർത്തകരുടെ കൈകളിലായിരുന്നു. ദശാബ്ദകാലത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ഈ കൊടിയേറ്റം കാണാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും പ്രവർത്തകർ ഞായറാഴ്ച രാത്രിയോടെ തന്നെ തലസ്ഥാനത്ത് എത്തിച്ചേർന്നു. ചടങ്ങ് നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പുലർച്ചെ മുതൽ തന്നെ ജനപ്രവാഹമായിരുന്നു. രാവിലെ 9 മണിക്ക് മുൻപ് തന്നെ സ്റ്റേഡിയത്തിന്റെ എല്ലാ ഗാലറികളും ഇരിപ്പിടങ്ങളും ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു. തുടർന്ന് നിശ്ചയിച്ച സമയത്തിനുള്ളിൽ തന്നെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വേദിയിലെത്തി. കോൺഗ്രസ് ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർക്കൊപ്പം കർണാടക മുഖ്യമന്ത്രി, തെലങ്കാന മുഖ്യമന്ത്രി എന്നിവരും വേദിയിൽ പ്രമുഖ സാന്നിധ്യങ്ങളായിരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയിലെ നേതാക്കളും ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ കൃത്യം 10:10 കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വേദിയിലേക്ക് എത്തിയത്. 10:12 വന്ദേമാതരം ആലപിച്ചുകൊണ്ട് ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് ചീഫ് സെക്രട്ടറി കെ ജയതിലക് നിയുക്ത മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞയ്ക്കായി ആദരവോടെ ക്ഷണിച്ചു. വേദിയിൽ എഴുന്നേറ്റ് നിന്ന വി.ഡി. സതീശൻ ഗവർണർ ചൊല്ലിക്കൊടുത്ത സത്യവാചകം ഏറ്റുചൊല്ലി. വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന ഞാൻ എന്ന് ഉറച്ച ശബ്ദത്തിൽ അദ്ദേഹം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അദ്ദേഹം സത്യവാചകം ചൊല്ലി പൂർത്തിയാക്കിയ ഉടൻ തന്നെ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ 10,000-കണക്കിന് ജനങ്ങൾ വൻ കരഘോഷത്തോടെയും മുദ്രാവാക്യം വിളികളോടെയും ആ നിമിഷം ആഘോഷമാക്കി മാറ്റുകയായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണർ രാജേന്ദ്ര അർലേക്കർ പുതിയ മുഖ്യമന്ത്രിക്ക് പൂച്ചെണ്ട് നൽകി ഔദ്യോഗികമായി അനുമോദിച്ചു. മുഖ്യമന്ത്രിക്ക് പിന്നാലെ മന്ത്രിസഭയിലെ മറ്റ് 20 അംഗങ്ങളും ഗവർണർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുന്നണിയിലെ ഘടകകക്ഷികൾക്കും സീനിയോറിറ്റിക്കും കൃത്യമായി പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മന്ത്രിമാരുടെ മുൻഗണനാക്രമം നിശ്ചയിച്ചിരുന്നത്. മുഖ്യമന്ത്രിക്ക് ശേഷം മന്ത്രിസഭയിലെ രണ്ടാമനായി മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും മൂന്നാമനായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. ചടങ്ങിൽ പങ്കെടുത്ത ഭൂരിഭാഗം മന്ത്രിമാരും മലയാളത്തിൽ സത്യവാചകം ചൊല്ലിയപ്പോൾ വടകരയിൽ നിന്നും മികച്ച വിജയം കൈവരിച്ച കെ മുരളീധരൻ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുരളീധരൻ ഇംഗ്ലീഷിൽ സത്യവാചകം ചൊല്ലാൻ തുടങ്ങിയതോടെ സദസ്സിൽ നിന്നും വലിയ തോതിലുള്ള ആവേശവും കരഘോഷവും ഉയർന്നു കേട്ടു. ഭൂരിഭാഗം പേരും ദൈവനാമത്തിൽ സത്യം ചെയ്തപ്പോൾ ആർ.എസ്.പി നേതാവ് ഷിബു ബേബി ജോൺ, സി.എം.പി നേതാവ് സി.പി ജോൺ എന്നിവർ സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രൗഢമായ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം പുതിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരെ രാജ്ഭവനിലേക്ക് തിരിച്ചു. അവിടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പുതിയ മന്ത്രിസഭയ്ക്കായി ഒരുക്കിയ പരമ്പരാഗത ചായ സൽക്കാരത്തിൽ എല്ലാവരും പങ്കെടുത്തു. ഈ ചടങ്ങിൽ ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മന്ത്രിമാർക്കൊപ്പം സമയം ചിലവഴിക്കുകയും പുതിയ സർക്കാരിന് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുകയും ചെയ്തു. ചായ സൽക്കാരത്തിന് ശേഷമായിരിക്കും പുതിയ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനവും ആദ്യ മന്ത്രിസഭാ യോഗവും നടക്കുക. കേരള രാഷ്ട്രീയത്തിൽ വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ വരവ് വലിയ പ്രതീക്ഷകളാണ് ജനങ്ങൾക്കിടയിൽ നൽകുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം ജനകീയ പ്രശ്നങ്ങൾ ഇടപെട്ട് നേടിയെടുത്ത വിശ്വസ്തതയാണ് അദ്ദേഹത്തെ ഇന്ന് മുഖ്യമന്ത്രി പദത്തിൽ എത്തിച്ചിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശം പുതിയ സർക്കാരിന് വലിയൊരു ഊർജ്ജമാണ് നൽകുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും ഉൾപ്പെടെ സംസ്ഥാനം നേരിടുന്ന കടുത്ത വെല്ലുവിളികളെ നേരിടാൻ പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒത്തുചേർന്നുള്ള പ്രവർത്തനം വരും ദിവസങ്ങളിൽ എത്രത്തോളം പ്രായോഗികമാകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. എങ്കിലും ജനലക്ഷങ്ങളുടെ വലിയ പ്രാർത്ഥനയോടും പിന്തുണയോടും കൂടി അധികാരമേറ്റ ഈ പുതിയ സർക്കാർ നവകേരള നിർമ്മിക്കായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്.